भीगी भीगी सड़कों पे मैं तेरा इंतजार करूं, धीरे धीरे दिल जो दिल को निभा रही है वो तेरी शायरी है या कोई शायरा. അന്യഗാമിസ്. അപ്പം നമ്മൾ കഴിഞ്ഞ പാർട്ട് കണ്ടായിരുന്നു, ലാസ്റ്റ് എപ്പിസോഡിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡും കൂടെ ഉള്ളതാണ്, ഈ ഒരു പാർട്ട് കൂടെ ഉള്ളൂ, നിങ്ങൾക്കതറിയാം. അപ്പോൾ ഇനി പുതിയ സ്റ്റോറീസൊക്കെ വഴിയെ വരുന്നതായിരിക്കും, അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നിങ്ങൾ നേരെ സ്റ്റോറിയിലേക്ക് വെക്കും. നീ വിഷമിക്കൂല, നീ കാര്യം പറ എന്തുകൊണ്ട്. അത് പിന്നെ ഞാൻ പറയാം. അത് പിന്നെടാ, ഞാൻ ഒന്നാമത് ഈ ഒരു എനിക്കെന്താ പാട്ടെടുത്ത് പറയാനുള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് ആർക്കും വരേണ്ടെന്ന് ആ രീതിക്കല്ല, വേറെ രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നും ആരുമില്ല. ഇങ്ങനെ ഒരു മൊമെൻറ്റിൽ, അതായത് ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു മൊമെൻറ്റിൽ എനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാളെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് ചേട്ടൻ കാണാതെ പിന്നെ വേറെ ആരും കാണാനില്ല. ചേട്ടനെങ്കിലും കാണണമെന്ന് വെച്ചപ്പോൾ അത് നടന്നില്ല. പിന്നെ എനിക്കിങ്ങനെ വരുവാടാ, എനിക്കത് പെട്ടെന്ന് ഹേർട്ടായത്. സാരമില്ല, എല്ലാവർക്കും അതിൻ്റെതായ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ അത് ശരിയല്ല, വിട്ടേക്ക്, കുഴപ്പമില്ല. അത് പോട്ടെ, സാരമില്ല, ഇതിനൊക്കെ വിഷമിക്കാവോ? അത് തിരക്കായോണ്ടല്ലേ, അല്ലെങ്കിൽ വന്നേനായിരുന്നല്ലോ, നീ അത് വിട്, പോട്ടെ. ശരിയടാ, അത് പോട്ടെ, ഞാൻ വിട്ടു. പ്രിയ, അതിനെ വിട്ടാൽ അത് ലേറ്റ് ആവും, നിനക്ക് പറയാനും പറ്റില്ല, അത് റിഗ്രഷൻ ആവും. അത് നിൻ്റെ ഫ്രണ്ട് അവനെ കൊണ്ട് വരുമല്ലേ, നീ ചെല്ലേ, പോയി പറ. വേണം, ഇത് വേണം, എനിക്ക് നല്ല ടെൻഷനാവാം. ശരിയാവൂല, ഞാൻ പോകില്ല. നീ ടെൻഷൻ ആവാതെ അത് വിട് ചെല്ലേ, നീ ചെന്ന കാര്യം പറയും, എന്നിട്ട് തിരിച്ചോ, അത്രേ ഉള്ളൂ. അതെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് വരാമോ? ഓ, പറഞ്ഞോടാ. അത് പിന്നെ എനിക്ക് തന്നെ ഇഷ്ടമാണ്. അന്ന് യുദ്ധത്തിന് എന്ന പാട്ട് തൊട്ട് തുടങ്ങിയതാണ്, എനിക്ക് അറിയത്തില്ല. എടാ, എനിക്കിത് ആദ്യമേ മനസ്സിലായി, പക്ഷേ ഞാൻ തന്നെ ആദ്യം തൊട്ട് ഫ്രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അതൊന്നും സാരമില്ല, എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു, പറഞ്ഞു. പിന്നെ പ്രൊഫഷൻസി കിട്ടിയതല്ലേ, കൺഗ്രാറ്റ്സ്. ഓ, താങ്ക്സ് ഡാ. ശരി, ഞാൻ എന്നാൽ പോകട്ടെ. ഓക്കെ, പോക്കോ. എന്തായി, അവനെന്തോ പറഞ്ഞേ? അതന്നെ, എന്തായി, എല്ലാം ഓക്കെ അല്ലേ? അത് പിന്നെ എൻ്റെ ഫ്രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത് ആദ്യം തൊട്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വെറുതെ എന്തിനാ, ഞാനതങ്ങ് പോയിട്ട് പാടാം. അതങ്ങ് അതിൻ്റെ വഴിക്ക് പോട്ടെ, ആളുടെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും. വെറുതെ എന്തിനാ ഇതൊക്കെ, വിട്ടേക്ക്. രേഷ്മ, ഒന്ന് വരുമോ ഇതുവരെ? എനിക്കൊരു കാര്യം പറ. ആ, വരുന്നു. എടാ, ഞാൻ ഇപ്പോൾ വരാവേ. പോയിട്ട് വാടാ. എന്താ പറഞ്ഞു? അത് പിന്നെ നീ നീരവായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി, അല്ലാതെ യഥാർത്ഥത്തിൽ റിലേഷനൊന്നും അല്ലാന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് പഴയ പോലെ റിലേഷൻ തുടങ്ങിയാലോ? നീ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് പറയാമോ? ഇനി അവനായിട്ട് അങ്ങനെ നടക്കണ്ട, എനിക്കിഷ്ടമല്ല. സോ നീ ആലോചിച്ചിട്ട് പറയാമോ? അത് ഓക്കെ, ഞാൻ പറയാം. എന്നാൽ ശരി, ഞാനിപ്പോൾ പോവാ. പിന്നീട് നീ ആലോചിച്ചിട്ട് എന്താണെന്നുള്ള മെസ്സേജ് ഇട്ടാൽ മതി. ഇതിപ്പോൾ പാട്ടുകാരനോട് ഞാൻ ചെന്ന് സംസാരിച്ചു, പിന്നെ ഭാഗത്ത് വന്ന രശ്മി സംസാരിച്ചു, പിന്നെ എന്തൊരു അശ്വൻ മാത്രം വരാത്ത. അറിയത്തില്ലടാ, വിട്ടേക്ക്. അതിന് മേ ബി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശരിയാടാ, വിഷമിക്കണം. ഞാൻ എന്തായാലും ഇനി അത് ആലോചിച്ച് പോകുന്നില്ല. അപ്പോൾ ആർമിസ്, നിങ്ങൾക്കാണ് നിങ്ങളുടെ സപ്പോർട്ടെല്ലാം തന്ന് നിങ്ങൾ ഇതുവരെ എത്തിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സ്റ്റോറി ഇന്ന് ഇവിടെ തീരുവാണ്. പിന്നെ ഒരു സിമ്പിൾ മെസ്സേജ്, വേറൊന്നുമില്ല, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഇഷ്ടപ്പെടുക, അല്ലാണ്ട് ഒരിക്കലും ഒരാളെ ഫോഴ്സ് ചെയ്ത് ഒന്നിലും കൊണ്ടുവരാതെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഒരിക്കലും സാഡ് ആവില്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ ആർമീസ് എല്ലാം കേട്ടല്ലോ, നിങ്ങൾക്കപ്പോൾ ഈ സ്റ്റോറി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദി ആർമീസെ. പിന്നെ ഈ പുതിയൊരു സ്റ്റോറി ആയിട്ട് നെക്സ്റ്റ് ഇയർ നോക്കിയാൽ മതി. ഇടയ്ക്കൊരു വലിയ ഗ്യാപ്പിനെ എടുക്കുക, ഒരു വലിയ ബ്രേക്ക് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ പുതിയ സ്റ്റോറി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഇയർ കാണാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ആർമീസെ. പിന്നെ എന്നോട് ഒരാർമി ചോദിച്ചായിരുന്നു ഈ സ്റ്റോറിയുടെ റിയൽ ഓണർ. അപ്പോൾ മെയിൻ ക്യാരക്ടറിനെ മാത്രം ഞാൻ പറയാം,
എന്തെങ്കിലും റിവീൽ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ മെയിൻ ക്യാരക്ടർ ചോദിച്ചത് കറക്റ്റാണ്. അതെ, ഇത് എൻ്റെ സ്റ്റോറിയാണ്. ഞാനിത് പറയണമെന്ന് വെച്ചല്ല ഈ ഒരു എഡിറ്റ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ ചോദിക്കാൻ ആൾ വന്നപ്പോൾ എന്തോ പറയാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് പറയുന്നത്. അതെ, ഇത് എൻ്റെ സ്വന്തം സ്റ്റോറിയാണ്. അപ്പോൾ റിവീലിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ അറിയിക്കുന്നതായിരിക്കും. ഫേസ് റിവീലിങ്, അക്കൗണ്ട് റിവീലിങ്, അങ്ങനെ കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുള്ളതൊക്കെ വഴി അറിയിക്കുന്നതായിരിക്കും. പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഞാനൊരു സ്റ്റോറി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതായിരുന്നു മുന്നേ. പിന്നെ അത്രയും ചെയ്യാൻ പറ്റില്ല എങ്കിലും ഒരു മിനിമം അത് റിവീൽ ചെയ്യണമെന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ ചോദിച്ച സ്ഥിതിക്ക് എങ്ങനെയാണ് പറയാതെ വെക്കുന്നതെന്ന് വെച്ച് പറഞ്ഞതാണ്. എനിക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇനി ആവശ്യമാണ്. അപ്പോൾ ഇനിയും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയ പുതിയ സ്റ്റോറീസിൽ. അപ്പോൾ ഇനി ഒരു സ്റ്റോറി അടുത്ത ഇയർ വരുന്നത് പ്രിയയുടെ, അതായത് എൻ്റെ തന്നെ ഒരു സ്റ്റോറി ആയിരിക്കും. അപ്പോൾ അതെന്താണെന്നുള്ളത് കാത്തിരുന്ന് കണ്ടോളൂ. അപ്പോൾ അതുവരെയ്ക്കും ബൈ. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് സ്റ്റോറി കമ്മിങ് സൂൺ. അപ്പോൾ അതിൻ്റെ ട്രെയിലറൊക്കെ ഞാൻ നെക്സ്റ്റ് ഇയർ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഇയർ ഒരു ഹാഫൊക്കെ ആകുമ്പോൾ സ്റ്റോറി വരുമായിരിക്കും. അപ്പോൾ കറക്റ്റ് പറയാൻ പറ്റില്ല. നിങ്ങൾ അതിന് വേണ്ടി കാത്തിരിക്കുക.